ആൾക്കാർ ഏറ്റവും അധികം ചോദിക്കുന്നത് സ്ട്രെസ്സിനെ എങ്ങനെ മറക്കാൻ പറ്റും എന്നാണ്. അപ്പം ഇതിന് പറയുന്നത് ബൈബിളിൽ യേശുക്രിസ്തുവിൻ്റെ പരസ്യകാല ശുശ്രൂഷ കാലയളവിൽ അദ്ദേഹം ആദ്യമായി ചെയ്തു എന്ന് വിശ്വസിക്കുന്ന മിറക്കിൾ കാനായിലെ കല്യാണത്തിന് വെള്ളത്തെ വീഞ്ഞാക്കിയതാണ്. അതിനുശേഷം 5 അപ്പം കൊണ്ട് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തതായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇത് സാധാരണഗതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് സ്ട്രെസ് ഉള്ള സിറ്റുവേഷനാണ്. വിളിച്ച ആൾക്കാർക്ക് കൊടുക്കാൻ കല്യാണ വീട്ടിൽ വീഞ്ഞില്ല, പ്രസംഗം കേൾക്കാൻ വന്ന ആൾക്കാർക്ക് കൊടുക്കാൻ ഭക്ഷണമില്ല. അപ്പോൾ ഇവിടെ യേശുക്രിസ്തു ചെയ്തത് അവിടെ എന്ത് ഉണ്ട് എന്നാണ് നോക്കിയത്. കല്യാണത്തിന് വെള്ളം ഉണ്ടായിരുന്നു, പ്രസംഗത്തിൻ്റെ സമയത്ത് അവിടെ 5 അപ്പം ഉണ്ടായിരുന്നു. സൈക്കോളജിയിലും പറയുന്നത് ഇത് തന്നെയാണ്. ഇതിന് പിങ്ക് എലിഫന്റ് തിയറി എന്ന് പറയും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ മനസ്സിന് ഒരു പിങ്ക് എലിഫന്റ് അല്ല, എന്തെങ്കിലും ഒരു ചിന്ത എത്ര കഷ്ടപ്പെട്ട് മറക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാൽ മറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. സ്ട്രെസ്സ് നമുക്ക് മറക്കാൻ ഇച്ചിരി പ്രയാസമാണ്. അതുകൊണ്ട് ഇനിയും തൊട്ട് സ്ട്രെസ്സ് വരുമ്പോൾ അതിനെ മറക്കുന്നതിന് പകരം പുതിയൊരു ചിന്ത എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്ന് ആലോചിച്ച് നോക്കുക. കാനായിലെ കല്യാണം പോലെ ആ പ്രസംഗത്തിന് 5 അപ്പത്തിന് 5000 പേർക്ക് ഭക്ഷണം കൊടുത്തതുപോലെ പിങ്ക് എലിഫന്റ് തിയറി പോലെ എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്നാലോചിക്കുക. ഇത് അറിയേണ്ട ഒരാൾക്ക് പറഞ്ഞു കൊടുക്കുക.